സഹോദരങ്ങളെ, മമ്പുറം മക്കാമിലെ നേർച്ച നടക്കുകയാണല്ലോ ഇന്ന്. എന്നാൽ ഇത്തരം ജാറങ്ങളിൽ നടക്കുന്ന നേർച്ചകൾക്ക് ഇസ്ലാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. പുത്തുപുത്തങ്ങളോട് എവിടുന്ന് പറഞ്ഞുതരും? നിങ്ങൾ പെരിയിലടിച്ച് പെരിയെന്ന് പറയുന്നത് കാട്ടിൽ എവിടുന്ന് പറയലാണ് ആവശ്യം. അത് അന്നത്തെ കാലത്ത് മമ്പോർത്ത വല്യങ്ങപ്പാപ്പാന്നുള്ള ഈമാനില്ല. വലിയ ഹിന്ദുക്കള് മമ്പോർത്ത വല്യമ്പുരാനേന്നറിയും. അത് മതി. പിന്നെ കാലങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ഈ സന്ദർശനം നടത്തുന്നത്. വ്യാഴാഴ്ച ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മമ്പർ തങ്ങളുടെ അടുത്ത് വന്നിട്ട് അനുവാദം വാങ്ങിയിട്ടാണ് വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ കാവിലേക്ക് വന്നത്. നോക്കൂ, നിങ്ങൾ ഇതര മതസ്ഥരായ ആളുകൾ അവരുടെ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഈ മമ്പുറം മക്കാമിൽ ഈ ജാറത്തിൽ വന്ന് മരിച്ചു മണ്ണോട് ചേർന്ന തങ്ങളോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇങ്ങനൊരു വിശ്വാസം അള്ളാഹു അവൻ്റെ റസൂലോ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? മരിച്ചുപോയ ആളുകൾ എങ്ങനെയാണ് ഇവർക്ക് അനുവാദം നൽകുന്നത്? മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ കൂടി ഒന്ന് കാണുക. എന്താണിത് സംഭവം? നമ്മളെ മമ്പുറത്താണല്ലോ, മമ്പുറം മകാമിലാണല്ലേ. ഞങ്ങൾ കളയട്ടക്കാവ് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ മമ്പുറം തങ്ങളടുത്ത് വന്ന് അനുവാദം വാങ്ങിയിട്ടാണ്. മമ്പുറത്ത് ആദ്യം വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് വരികയാണോ? അല്ല, വരാറുണ്ടോ? ഇതല്ലാതെ മറ്റുള്ള സമയത്ത് വരാറുണ്ടോ? ഉണ്ടല്ലോ, എല്ലാ മതസ്ഥരും വരുന്ന ഒരു സ്ഥലമാണല്ലോ മമ്പുറം മകാം. അതെ, അല്ലാതെ വരാറുണ്ടല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങളോ ആദ്യമായിട്ടാണോ? അല്ല, ഈ കുതിര ചോറ് കൊടുത്തല്ലേ? സുബ്ഹാനല്ലാഹ്. അതേ സഹോദരങ്ങളെ, ഹൈന്ദവരായ സഹോദരങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവർക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അവർ ആ കുഞ്ഞിന് ആദ്യമായി ചോറ് നൽകുന്നത് അവരുടെ ആരാധനാലയങ്ങളിൽ വെച്ചുകൊണ്ടാണ്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ആദ്യമായി ചോറ് നൽകിയത്, ചോറൂണ് കഴിക്കുക എന്നാണ് പറയുക, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. പക്ഷെ ഇന്ന് ഞാനൊരു മുസ്ലിമാണ്. നമ്മെ സൃഷ്ടിച്ചതും നമുക്ക് റിസ്ക് നൽകുന്നതും നമ്മെ ഇനി മരിപ്പിക്കുന്നതും മരണാന്തര ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ പ്രവർത്തിച്ച നന്മയും തിന്മയും കണക്കാക്കി നന്മ ചെയ്തവർക്ക് സ്വർഗം നൽകുന്നതും തിന്മ ചെയ്തവർക്ക് നരകം നൽകുന്നതും അള്ളാഹുവാണ്. അതിനവൻ ആരുടെയും പങ്കാളിത്തം സ്വീകരിച്ചിട്ടില്ല. ആ നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം തൗഹീദ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ആ തിന്മകളിൽ ഏറ്റവും ഗൗരവമുള്ളത് ഷിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഷിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവതയിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ നമുക്ക് ആർക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക